Hello dear friends, higher secondary mathematics +2 mathematics application of derivatives എന്ന ചാപ്റ്ററിലെ രണ്ട് ആപ്ലിക്കേഷനായ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ മാക്സിമ ആൻഡ് മിനിമ എന്നീ സെക്ഷൻസിലെ ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ ബോർഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യത്തിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് അല്ല, എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫാണ് പറയുന്നത്. ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ്. ഇതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് വാട്ട് ആർ ദി റൈറ്റ് ദി ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഫംഗ്ഷൻ ഏതെല്ലാം ഇന്റർവെല്ലിലാണ് ഇൻക്രീസിംഗ് ആവുന്നത് ഡിക്രീസിംഗ് ആവുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ലോക്കൽ മാക്സിമം പോയിന്റ് ഏതാണ്, ലോക്കൽ മിനിമം പോയിന്റ് ഏതാണ്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് പരിശോധിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ പോയിന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. എഫ് ഡാഷ് എക്സ് 0 ആവാന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് ഇത് എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫാണ്. ഇത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതാ ഈ പോയിന്റിൽ എഫ് ഡാഷ് എക്സ് 0 ആണ്, ഈ പോയിന്റിലും എഫ് ഡാഷ് എക്സ് 0 ആണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് എക്സ് is equal to -2 ആൻഡ് എക്സ് is equal to 3. 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണുള്ളത്, ഒന്ന് -2 ഒന്ന് 3. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ ഇന്റർവെൽസിലാണ് ഇത് ഇൻക്രീസിംഗും ഡിക്രീസിംഗും ആവുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇവിടെ 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉള്ളത് കൊണ്ട് 3 ഇന്റർവെൽസ് ഉണ്ടാവും മൊത്തം. അപ്പൊ നമുക്കത് കോളം വരച്ചിട്ട് ചെയ്യാം. ഒന്നാമത്തത് ഇന്റർവെൽ, 2 സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ്, 3 നേച്ചർ ഓഫ് ഫംഗ്ഷൻ. ഇവിടെ ഒന്നാമത്തെ ഇന്റർവെൽ -∞ -2, രണ്ടാമത്തത് -2 to 3, മൂന്നാമത്തെ ഇന്റർവെൽ 3 to ∞. ഒന്നാമത്തെ ഇന്റർവെൽ നോക്കുമ്പോൾ എഫ് ഡാഷ് എക്സിന്റെ സൈൻ നോക്കുക എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിന്റെ മേലെ നിൽക്കുന്നതെല്ലാം പോസിറ്റീവും എക്സ് ആക്സിന്റെ താഴെയുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ -∞ മുതൽ -2 വരെ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന്റെ മേലായതുകൊണ്ട് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പം എഫ് ഡാഷ് എക്സ് ഇവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നേച്ചർ ഇതിൽ ഇൻക്രീസിംഗ് ഫംഗ്ഷന്റെ ഇൻക്രീസിംഗ് ആണ്. അതേസമയം -2 മുതൽ 3 വരെ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടും എക്സ് ആക്സിന്റെ താഴെയാണ് നിൽക്കുന്നത്. എക്സ് ആക്സിന്റെ താഴെ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് <0 നെഗറ്റീവ് എന്നാണ്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. അപ്പം ഈ ഫംഗ്ഷൻ ആ ഇന്റർവെല്ലിൽ ഡിക്രീസിംഗ് ആണ്. ലാസ്റ്റ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 3 to ∞ ആണ്. 3 to ∞ അഗെയിൻ ഗ്രാഫ് എൻറ്റയർലി ലൈസ് എബവ് ദി എക്സ് ആക്സിസ്. കംപ്ലീറ്റ് ആയിട്ടും 3 മുതൽ എക്സ് ആക്സിന്റെ മേലായതുകൊണ്ട് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഇന്റർവെല്ലിൽ പോസിറ്റീവായി. സോ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ്. മൊത്തത്തിൽ 3 ഇന്റർവെൽസ് ആണുള്ളത്. -∞ -2 വരെ പോസിറ്റീവ്, 3 to ∞ പോസിറ്റീവ്. ഇവിടെ രണ്ടും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, ഇവിടെ ഡിക്രീസിംഗ് ആണ്. ഇത് ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല, ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ്. ഡെറിവേറ്റീവിന്റെ ചിഹ്നം നോക്കിയിട്ടാണ് നമ്മൾ ഇൻക്രീസിംഗും ഡിക്രീസിംഗും തീരുമാനിച്ചത്. ഇത് ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ പോയിന്റ്സ് 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണുള്ളത്. ഇതിൽ ഏതാണ് മാക്സിമം പോയിന്റ്, ഏതാണ് മിനിമം പോയിന്റ്? അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ -2 എടുക്കണം. -2ന്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവും റൈറ്റ് സൈഡിൽ, ഇതാണ് റൈറ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവും. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എഫ് ഡാഷ് എക്സ് ചേഞ്ച് ആവും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം -2 എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് മാക്സിമം ആണ്. -2 is a point of maximum. മാക്സിമം പോയിന്റ്. അതേസമയം 3 എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. ഇതാണ് എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫ്. എഫ് ഡാഷ് എക്സ് 3യുടെ ലെഫ്റ്റിൽ നെഗറ്റീവും 3യുടെ ലെഫ്റ്റിൽ നെഗറ്റീവ്, റൈറ്റിൽ
പോസിറ്റീവ് ആണ്. So f dash x changes sign from negative to positive. നെഗറ്റീവിന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ആകുമ്പോൾ ഈ 3 എന്ന പോയിന്റ് ഒരു പോയിന്റ് ഓഫ് മിനിമം ആയിരിക്കും. പോയിന്റ് ഓഫ് മിനിമം ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. എഫ് ഡാഷ് എക്സിന്റെ ചിഹ്നം നമ്മൾ നോക്കുമ്പോൾ 2ന്റെ ലെഫ്റ്റില് പോസിറ്റീവ്, 2ന്റെ റൈറ്റില് നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ മാക്സിമം ഇവിടെ 3ന്റെ ലെഫ്റ്റില് നെഗറ്റീവ്, റൈറ്റില് പോസിറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ദി പോയിന്റ് ഓഫ് മാക്സിമം, ദി പോയിന്റ് ഓഫ് മിനിമം. അങ്ങനെ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന ഈ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. പിന്നെ ഇന്റർവെൽസ് കാണുമ്പോൾ 3 ഇന്റർവെൽസ് ആയി. ഇവിടെ ഗ്രാഫ് എക്സ് ആക്സിന്റെ മേലേക്കാണ് എക്സ് ആക്സിന്റെ ഗ്രാഫ് എങ്കിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്കിൽ അത് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. അങ്ങനെ നമ്മൾ കോളം വരച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.